നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഒക്കെ 2021 മുതലുള്ള DA/DR കുടിശ്ശിക 8 ഗഡുക്കളായി 2026-27 മുതൽ 2030 വരെയുള്ള കാലഘട്ടങ്ങളിൽ 8 ഗഡുക്കളായി തരും ആയിരുന്നു സർക്കാർ ഉത്തരവിറക്കിയത്. നല്ല ഈ വാർത്ത ഞാനിപ്പോൾ പറയുന്നത് വളരെ സങ്കടകരമായിട്ട് ആർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ 10%, അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഈ 8 ഗഡുവിന് അനുമതി കൊടുത്തു എന്നല്ലാതെ, എൻ്റെ വിശദമായ വീഡിയോയിലേക്ക് ഞാൻ വരാം, വിശദമായ കാര്യങ്ങൾ ഞാനിവിടെ പറയും. അപ്പോൾ നിങ്ങളൊന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് 10% DA മാർച്ച് മാസത്തെ ശമ്പളത്തിൽ 10% DA അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് എന്ന് പറയുന്നത് GOP 27/2026, ഫിൻ ഡേറ്റ് 20/2/2026 ആണ്. ആ ഉത്തരവിൽ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ അത് 10% DA അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു. മാർച്ചിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്ന്. അതിൽ പറഞ്ഞ വാചകം എന്തായിരുന്നു വെച്ചാൽ, ആൻ ഓർഡർ വിൽ ബി ഇഷ്യൂഡ് സെപ്പറേറ്റ്ലി റിഗാർഡിംഗ് ദ അരിയസ്. കുടിശ്ശികകളെ സംബന്ധിച്ചിടത്തോളം കുടിശ്ശികകൾക്ക് മാത്രമായിട്ട് വേറൊരു ഉത്തരവ് സെപ്പറേറ്റ് ഇറങ്ങും എന്നായിരുന്നു ആ ഓർഡറിൽ പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് ഒരു ഓർഡർ ഇറങ്ങി. ആ ഓർഡർ ഇതാണ്: GOP 44/2026, ഫിൻ ഡേറ്റ് 6/3/2020. അത് മാർച്ച് 6-ാം തീയതി ഇറങ്ങിയ ഉത്തരവാണ് രണ്ടാമത്തെ ഉത്തരവ്. ആ ഉത്തരവിൽ പറഞ്ഞ വാചകം ഇതാണ്, നോക്കുക: ഗവൺമെന്റ് ഹാവ് എക്സാമിൻ ദ മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ DA അരിയർ കുടിശ്ശികകൾ, ഗവൺമെന്റ് ഹാവ് എക്സാമിൻ ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ and are pleased to accord sanction to disburse the arrears of DA and DR in 8 installments from the financial year 2026-27. Detailed orders regarding the disbursement of arrears of DA and DR will be issued later. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റ് ഈ DA കുടിശ്ശിക എന്ന് പറയുന്നതിനെ പറ്റി വിശദമായി പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഈ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 8 ഗഡുക്കളായി വരാനിരിക്കുന്ന 2026-27 മുതൽ 8 ഗഡുക്കളായി ഈ കുടിശ്ശിക പണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽഡ് ഓർഡേഴ്സ് റിഗാർഡിംഗ് ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് അരിയേഴ്സ്, ഇത് ഈ അരിയേഴ്സ് വിതരണം ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന വിശദമായ ഒരു ഉത്തരവ് പിന്നീട് ഇറക്കുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതില് ഇപ്പോ പറഞ്ഞിരിക്കുന്ന ലേറ്റസ്റ്റ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് DA/DR കുടിശ്ശികൾ 26-27 സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി വിതരണം ചെയ്യാൻ അനുമതി നൽകി ഉത്തരവായി എന്ന് പറയുന്ന ആ ഉത്തരവിനെ തുടർന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ഓർഡർ ഇതിനെ സംബന്ധിക്കുന്ന വിതരണത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽഡ് ഉത്തരവ് ഇറക്കുന്നതായിരിക്കും എന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബന്ധപ്പെട്ട DA/DR വിതരണ തീയതി ഇതിൽ ആ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാതെ ഈ ആ ഫയൽ നമ്പർ ഇതാണ്: PRU 2/26/2026. PRU എന്ന് പറയുന്നത് പേ റിസർച്ച് യൂണിറ്റിന്റെ ചുരുക്കപ്പേരാണ്, പേ റിസർച്ച് യൂണിറ്റ്. ആ ഫയല് മാർച്ച് 11-ാം തീയതി ക്ലോസ് ചെയ്തിട്ടുണ്ട്. വിശദമായ ഉത്തരവ് ഇറക്കാതെയാണ് ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോ അത് ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ജിയോ അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ്, ഗവൺമെന്റ് ഓർഡർ പുറപ്പെടുവിച്ചു എന്നതാണ്. ഗവൺമെന്റ് ഓർഡർ പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഉത്തരവ് ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഉത്തരവിൽ എന്ത് വേണം? ഡീറ്റെയിൽഡ് ഓർഡേഴ്സ് റിഗാർഡിംഗ് ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് അരിയേഴ്സ്, ഈ 2026-27 മുതൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന
ആ DA അല്ലെങ്കിൽ DRന്റെ അതെങ്ങനെ വിതരണം ചെയ്യും എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരവ് ഈ ഗവൺമെന്റ് ഇതുവരെ ഇറക്കിയിട്ടില്ല. അത് ഇറക്കേണ്ടതായിരുന്നു എന്നതാണ് സത്യം. ഇപ്പൊ ഞാൻ തന്നെ പലരും വീഡിയോ ഇടുന്നുണ്ട്, ഞാൻ തന്നെ DA സംബന്ധിക്കുന്ന 2-3 വീഡിയോകൾ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ എന്ന കാര്യം അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഈ ഒരു വിവരം കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എന്താണ് ഇതിലെ പ്രശ്നം? ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ DA 8 ഗഡു എന്ന് പറഞ്ഞു. ഈ 8 ഗഡു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. നമുക്ക് യഥാർത്ഥത്തിൽ 10 ഗഡു അരിയർ കിട്ടാനുണ്ട്. 10 ഗഡു, അതായത് 286 മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ട്. അത് 10 ഗഡുവാ. അത് 10 ഗഡു എന്ന് പറഞ്ഞാൽ 2024 പേ റിവിഷൻ തുടങ്ങുന്ന ഡേറ്റ് ആയ 2024 ജൂലൈ 1 വരെ ആണെങ്കിൽ 8 ഗഡുവാ ഉള്ളത് കുടിശ്ശിക. പിന്നെ 2 കൂടെ പ്രഖ്യാപിച്ചതുണ്ട്. അപ്പോൾ ആകെ ശരിക്കും 10 ഗഡുവാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഡിസ്ബേഴ്സ്മെന്റ് 2026-27 മുതൽ എങ്ങനെയായിരിക്കും എന്ന് വിശദമായി ഉത്തരവിറക്കണം. അത് ഇറക്കേണ്ടതായിരുന്നു നിർബന്ധമായിട്ട്. ഒന്നുകിൽ നമ്മൾ പല രീതിയിൽ ഇതിനെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഞാൻ കണക്ക് കൂട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ 8 ഗഡു DA ആദ്യത്തെ വർഷം 2021 തരാനുള്ള 2 ഗഡു DA 2026-27 തരും. 2022 തരേണ്ട 2 ഗഡുവിന്റെ അതിന്റെ കുടിശ്ശികകൾ 27-28 തരും. ആ രീതിയിലായിരുന്നു ഞാൻ കണക്ക്. ഇതൊന്നുമല്ലാതെ കണക്ക് കൂട്ടാം. 10 ഗഡു DA തുല്യ ഗഡു കണക്ക് കൂട്ടി തുല്യ ഗഡുക്കളാക്കി, ടോട്ടൽ എമൗണ്ട് കണക്ക് കൂട്ടി, 10 ഗഡുവും ടോട്ടൽ എമൗണ്ട് കണക്ക് കൂട്ടി അതിൽ ഇത്ര ശതമാനം ഇന്ന വർഷങ്ങളെന്ന് 8 ആക്കി തിരിക്കാം. 8 ഗഡുക്കളാക്കി തിരിച്ച് വിതരണം ചെയ്യാം. അതാണ് 2026 മുതൽ 27 മുതൽ 2030 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൊടുത്തു തീർക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കൊടുത്തു തീർക്കുമെന്നോ ഏത് രീതിയിൽ കൊടുത്തു തീർക്കുമെന്നുള്ള ഉത്തരവിലില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എത്ര ശതമാനം വീതം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 2026-27 ഏത് ഗഡുവാണ്, എത്ര വീതം ശതമാനം DA ആണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. അല്ല, ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ DAകളെ എല്ലാം കൂടെ കണക്ക് കൂട്ടി അതിനെ 100% ആ 100%ത്തിൽ ആദ്യത്തെ ഇത്ര ശതമാനം തുക 2026-27 കൊടുക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഉത്തരവ് ഇറക്കിയിട്ടില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ 2026-27 എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ, ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ അടുത്ത മാർച്ച് 31 വരെയാണ്. അത് ഈ 2 ഗഡു കൊടുക്കുമെന്ന് പറഞ്ഞത് ഏതൊക്കെ മാസങ്ങളിൽ കൊടുക്കുമെന്ന് പറയണമായിരുന്നു. ഏതൊക്കെ മാസങ്ങളിലെ ശമ്പളത്തോടൊപ്പം ആ ബില്ല് സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഒന്നും പറയാതെ ഇത് അനുമതി നൽകിയ ഉത്തരവായി 8 ഗഡുക്കൾ കൊടുക്കാൻ ആർക്കാണ് ഈ അനുമതി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 8 ഗഡുക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ പറഞ്ഞിട്ടുള്ള അവസാനത്തെ ഉത്തരവില് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. 8 ഗഡുക്കൾ, അതായത് ആ ഉത്തരവിന്റെ നമ്പർ GOP 44, 2026 GOP 44 ഫിൻ ഡേറ്റ് 6/3/2026 പറഞ്ഞ ഉത്തരവും പ്രകാരം 8 ഗഡു വിതരണം ചെയ്യാൻ അനുമതി നൽകി ഉത്തരവായി. ഈ അനുമതി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഒരു വ്യക്തതയില്ല. അപ്പൊ മറ്റേതെങ്കിലും ഏജൻസി DA കുടിശ്ശിക തരാൻ തയ്യാറായിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള എന്താണ് എല്ലാവരും ഇതിനെ സംബന്ധിക്കുന്ന DA കുടിശ്ശിക 8 ഗഡു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രകടനം നടത്തി, സന്തോഷം പ്രകടിപ്പിച്ചു, ലഡു വാങ്ങി കഴിച്ചു ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല. നമ്മൾ ശരിക്കും ഇത്തരത്തില് വിതരണം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് നിർബന്ധമായിട്ടും ഗവൺമെന്റ് പുറപ്പെടുവിക്കേണ്ടതായിരുന്നു. അങ്ങനെ പുറപ്പെടുവിക്കുമെന്ന് തന്നെയായിരുന്നു ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത്, സത്യം പറയാൻ. അത് ഇതുവരെയായിട്ടും ഈ തീയതി വരെയും ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാം, ഇലക്ഷൻ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കാൻ
കഴിയില്ല എന്ന കാര്യവും നമുക്ക് അറിയാലോ. അപ്പോൾ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഉത്തരവ് ഇറക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയില്ലെങ്കിൽ ഇത് അനുമതി നൽകി എന്ന് മാത്രം പറഞ്ഞാൽ ഈ അനുമതി ആർക്ക് നൽകിയെന്നോ ആരിത് കൊടുക്കുമെന്നോ ഒന്നും പറയാതെ ഏത് അടിസ്ഥാനത്തിൽ കൊടുക്കും, എത്ര ശതമാനം കൊടുക്കും, ഓരോ ഗഡുവും എങ്ങനെയാണ്, ഈ ഗഡു എങ്ങനെ കണക്ക് കൂട്ടി, അത് ഏതൊക്കെ മാസങ്ങളിൽ കൊടുക്കും, ഇങ്ങനെയുള്ള ഒരു കാര്യവും പറയാതെ ഒറ്റ വാക്കിൽ തീർത്തു അനുമതി നൽകി ഉത്തരവായി എന്ന്. അപ്പോ ഇത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. ഇപ്പോ അത് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. പിന്നെ എന്തു തന്നെയായാലും ആ വിശദമായ ഉത്തരവ് കൂടി ഇറക്കിയിട്ട് മാത്രമേ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പാടുള്ളായിരുന്നു. എന്തായാലും ഫയലും ക്ലോസ് ചെയ്തതായിട്ടാണ് മാർച്ച് 11-ാം തീയതി ഈ ഫയലും ക്ലോസ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണമെന്നതാണ് സത്യം. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. എല്ലാവരെയും, ജീവനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ നമ്മളെ എന്തോ കാണിച്ച് സന്തോഷിപ്പിച്ച് ഈ ഉത്തരവ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോവുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതെന്ത് അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഗഡു കുടിശ്ശികകളിൽ എന്ത് നടപടി എന്തുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തീർത്തും വ്യക്തതയില്ല, അവ്യക്തമാണ്. ഞാനിവിടെ കൂടുതൽ കമന്റോ ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ സങ്കടകരമാണ്. ഞാൻ പ്രതീക്ഷിച്ചതും ഇങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ ഒന്ന് ഇറങ്ങും കൃത്യമായിട്ട്, അത് ഓരോ ഗഡുക്കളെ പറ്റിയും പറയും, എത്ര ഗഡു എങ്ങനെയാ കൂട്ടിയെന്ന് പറയും, പിന്നെ ഏതൊക്കെ മാസങ്ങളിൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഏതൊക്കെ മാസങ്ങളിൽ അത് കൊടുക്കുമെന്നൊക്കെ പറയും എന്നൊക്കെ തന്നെയായിരുന്നു നമ്മൾ, അങ്ങനെ ഒരു ഉത്തരവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല, ഇനി ഉണ്ടാവാൻ സാധ്യതയും ഇല്ല. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.